ഫിൽറ്റർ ദ വേർഡ്സ് സ്പിരിച്വൽ ഹാക്ക്. ജീവിതത്തിൽ വിമർശനങ്ങൾ ഒഴിവാക്കാനാകില്ല, എന്നാൽ അവയെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണമോ വേണ്ടയോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ അനുവദിക്കരുത്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ ശക്തമാകുമ്പോൾ മനുഷ്യരുടെ വാക്കുകൾക്ക് നിങ്ങളെ തളർത്തുവാനുള്ള ശക്തി നഷ്ടമാകും. പോസ്. ഒരു വിമർശനം കേൾക്കുമ്പോൾ ഉടനെ അതിനോട് പ്രതികരിക്കാതെ ചിന്തിക്കുക, ദൈവം എന്നെ കുറിച്ച് പറയുന്ന സത്യവുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? റിജക്ട്. ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു വാക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. അവ എത്ര വിശ്വസനീയമെന്ന് തോന്നിയാലും അതിനെ നിരസിക്കുക. പ്രേ. നിങ്ങളെ വേദനിപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിലെ കയ്പും ഭാരവും നീക്കം ചെയ്യാൻ സഹായിക്കും. മനുഷ്യരുടെ അംഗീകാരമല്ല, ദൈവത്തിന്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനേക്കാൾ ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിന് മുൻഗണന നൽകുമ്പോൾ നിങ്ങളുടെ സമാധാനം തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. വിമർശനങ്ങൾ നിങ്ങളെ തളർത്താനല്ല, ദൈവത്തിന്റെ കൃപയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ നിങ്ങളെ സഹായിക്കും. ഹിയർ ഗോഡ് ലൗഡർ ദാൻ പീപ്പിൾ.